ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു ചൈനീസ് ഡ്രാമയാണ്. ഡ്രാമയുടെ സ്റ്റാർട്ടിനെ കാണിക്കുന്നത് നമ്മുടെ ഡ്രാമയിലെ ഹീറോയിനാണ് കേട്ടോ. നമ്മുടെ ഹീറോയിനാണെങ്കിൽ മരിച്ചിട്ടുണ്ടായിരിക്കും. എന്നിട്ട് അവൾ റീബ്രോണായി വന്നിട്ടുണ്ടായിരിക്കും കേട്ടോ. അവൾ ചുറ്റും നോക്കുകയാണ്. അപ്പോൾ അവൾ പറയുകയാണ് ഞാൻ മരിച്ചില്ലെന്നാണ് ചോദിക്കുന്നത് കേട്ടോ. ഇനി നമ്മുടെ ഹീറോയിൻ്റെ ലൈഫിൽ എന്താ നടന്നതെന്ന് ഒരു ഫ്ലാഷ് ബാക്ക് ആയിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഹീറോയിനാണെങ്കിൽ വാലൻറ്റൈൻസ് ഡേക്ക് അന്ന് അവൾ ഹസ്ബൻഡിന് വേണ്ടി ഒരു ഗിഫ്റ്റ് വാങ്ങിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഗിഫ്റ്റ് ആണെങ്കിൽ നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഹസ്ബൻഡ് കൊണ്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഹസ്ബൻഡ് ശരിക്കും ഒരു സൈക്കോപാത്താണ്. ഇവനാണെങ്കിൽ നമ്മുടെ ഹീറോയിനോട് ചോദിക്കുന്നുണ്ട് നീ അനാവശ്യമായിട്ട് കാശ് സ്പെൻഡ് ചെയ്തല്ലോ പറഞ്ഞ കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനെ ഭയങ്കര ടോർച്ചർ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇവളാണെങ്കിൽ ഭയങ്കരമായിട്ട് അടിക്കുന്നുണ്ട്. അടിച്ചടിച്ച് നമ്മുടെ ഹീറോയിനാണെങ്കിൽ മരിക്കാറാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ ടൈമിൽ ഇവിടുത്തെ ഈ ബഹളമൊക്കെ കേട്ട് കഴിഞ്ഞിട്ട് അവിടുന്ന് ഡോക്ടേഴ്സും അങ്ങനെയുള്ള ആൾക്കാരൊക്കെ വരേണ്ടത്. എന്നിട്ട് ഇവരാണെങ്കിൽ ട്രീറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. ഈ സമയത്ത് ഇവൻ പറയണേ എൻ്റെ ഭാര്യയുടെ കാര്യം ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് ഈ ഡോക്ടറിനാണെങ്കിൽ പറഞ്ഞു വിടുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയാണ് നീ മരിച്ചോ എന്ന് പറയുന്നുണ്ട്. നീ മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിൻ്റെ ഇൻഷുറൻസിൻ്റെ എമൗണ്ട് എനിക്ക് കിട്ടുമെന്ന് പറഞ്ഞിട്ട് ഇവൻ ഒരു സൈക്കോപാത്തിൻ്റെ പോലെ ഒന്ന് ചിരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ഹീറോയിൻ ഫൈനലിൽ മരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ കാര്യങ്ങളാണ് നമ്മുടെ ഹീറോയിൻ ആലോചിക്കുന്നത്. അപ്പോൾ ഈ സമയത്താണെങ്കിൽ നമ്മുടെ ഹീറോയിൻ്റെ ബ്രദർ പറഞ്ഞിട്ടുണ്ടായിരിക്കും സിസ്റ്റർക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മുടെ ബ്രദറാണെങ്കിൽ നമ്മുടെ ഹീറോയിന് വാക്ക് കൊടുത്തിട്ടുണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഹീറോയിൻ ആലോചിക്കുന്നത്. എന്നിട്ട് ഇവളാണെങ്കിൽ വേഗം നമ്മുടെ ബ്രദറിനെ കോൾ വിളിക്കുന്നുണ്ട് കേട്ടോ. അതായത് ഇവൾക്ക് ഇവിടുന്ന് രക്ഷപ്പെടണം, കാരണം ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഇവൾ മരിക്കും. അപ്പോൾ ആ സമയത്ത് കറക്റ്റ് ഇവളെ ഹസ്ബൻഡും അതുപോലെ ഹസ്ബൻഡിൻ്റെ അമ്മയും വരുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ട് ഇവൾ പേടിച്ചിട്ട് വേഗം ഗിഫ്റ്റൊക്കെ ഒളിപ്പിച്ച് വയ്ക്കുന്നുണ്ട്. എന്നിട്ട് ഇവൻ ചോദിക്കുകയാണ് നീ എന്താ നെർവസ് ആയിക്കണം ചോദിക്കുമ്പോൾ ഇവളൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് പറയാൻ നീ ഇത് പോയി വേഗം കുക്ക് ചെയ്യാൻ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ഹീറോയിനും ആ മീൽസൊക്കെ വാങ്ങിയിട്ട് കുക്ക് ചെയ്യാൻ നോക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്താണെങ്കിൽ അവളെ ഗിഫ്റ്റ് ബോക്സ് ഉണ്ടല്ലോ, അതാണെങ്കിൽ ഇവൾ അതിൻ്റെ അടിയിലേക്ക് വലിച്ചെറിഞ്ഞായിരിക്കും. ഇത് കറക്റ്റ് അവൻ കണ്ടുപിടിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. ഈ സമയത്ത് ഹീറോയിൻ പേടിച്ചിട്ട് വേഗം അവിടേക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇവൻ ചോദിക്കുന്നുണ്ട് അല്ല ഇതെന്താണെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് തന്നെ നമ്മുടെ ഹീറോയിൻ പറയുന്നുണ്ട് ഇത് മുന്നിൽ വന്ന ഗിഫ്റ്റാന്നൊക്കെ പറയുന്നുണ്ട്, ഇപ്പം ഞാൻ വാങ്ങിയതല്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്താണെങ്കിൽ ഉണ്ടല്ലോ നമ്മുടെ ഇവളെ ഹസ്ബൻഡ് ഉണ്ടല്ലോ അതിൻ്റെ ഡേറ്റ് നോക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഡേറ്റ് കറക്റ്റ് കാണുന്നില്ല കേട്ടോ. അതുകൊണ്ട് ഇവൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്നിട്ട് ഇവൻ പറയുകയാണ് നീ വെറുതെ എൻ്റെ കാശ് അങ്ങനെ സ്പെൻഡ് ചെയ്ത് കാട്ടിക്കൊണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ അപ്പം ശരിയാക്കിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇവൾക്കാണെങ്കിൽ ഇവളെ മരിച്ച് ഇവളെ കൊന്നുണ്ടായിരിക്കുമല്ലോ, ആ കാര്യമൊക്കെയാണ് അവൾക്ക് ഓർമ്മ വരുന്നത്. എന്നിട്ട് ഇവൾ പറയണില്ല ഞാൻ പെർമിഷൻ ഇല്ലാണ്ട് ഒരു രൂപ പോലും ചിലവാക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതേ സമയത്ത് തന്നെ ആരോ കോണിമ്പൽ അടിക്കുന്നുണ്ട്. നമ്മുടെ ഹീറോയിനാണെങ്കിൽ വേഗം പോയിട്ട് ഡോർ ഓപ്പൺ ആക്കുന്നുണ്ട്. ഈ സമയത്താണെങ്കിൽ ഒരു ഡെലിവറി മാൻ വരുന്നുണ്ട്. ഒരു ഫ്ലവർ ഡെലിവറി ചെയ്യാൻ വേണ്ടി വന്നതാണ്. ഈ സമയത്താണെങ്കിൽ വാലൻറ്റൈൻസ് ഡേ പറഞ്ഞ് കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് ഹീറോയിൻ പറയുന്നുണ്ട് അയ്യോ ഞാൻ ഡെലിവറി ഒന്നും പറഞ്ഞിട്ടുണ്ടായില്ലോ എന്ന് പറഞ്ഞിട്ട്. ഈ സമയത്താണെങ്കിൽ ഇവളെ സൈക്കോ ഭർത്താവ് വന്നിട്ട് പറയാണ് നീയാണോ അത് ഡെലിവറിക്ക് വേണ്ടി അയച്ചെന്ന് ചോദിക്കുന്നത്. അപ്പോൾ ഇവളും പറയുന്നത് എൻ്റെ ഫോൺ വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കുമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ഹീറോയിൻ ഫോൺ കാണിച്ചു കൊടുക്കുമ്പോൾ അതിൽ ഡെലിവറിയുടെ അഡ്രസ്സ് കാര്യങ്ങളൊന്നും ഇല്ല. ഈ സമയത്ത് അവൻ്റെ അമ്മ പറയാണ് എങ്കിലൊന്ന് കോൾ വിളിക്കാൻ പറയുന്നുണ്ട്. ഈ സമയത്താണെങ്കിൽ ആ ഡെലിവറി മാൻ കോൾ വിളിക്കുന്നുണ്ട്. ഈ സമയത്ത് ഹീറോയിൻ പേടിച്ച് കോൾ ഇങ്ങനെ അറ്റൻഡ് ചെയ്യണമെന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ ഇതേ സമയത്ത് തന്നെ ഇവളുടെ ബ്രദർ വിളിക്കുന്ന സമയത്ത് കോൾ എൻഗേജ്ഡ് ആണ്. എന്നിട്ട് ഇവൻ പറയണം അയ്യോ സോറി കേട്ടോ എനിക്ക് ഈ റൂം തെറ്റിന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഈ ഡെലിവറി മാനാണെങ്കിൽ അവിടെ നിന്ന് പോകുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഇവൾക്ക് ആശ്വാസം എന്ന് പറഞ്ഞിരിക്കുകയാണ്. ആ സമയത്താണ് ഈ ബ്രദർ സംസാരിക്കാൻ എന്താ സിസ്റ്റർ നീ ഓക്കെ അല്ലേ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ ടൈമിലാണെങ്കിൽ ഇവളെ സൈക്കോ ഹസ്ബൻഡ് വന്നിട്ട് ഹഗ് ചെയ്തിട്ട് പറയാണ് ഞങ്ങൾക്ക് സുഖം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് തന്നെ നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഭയങ്കര പേടിക്കാൻ വേണ്ടി. എന്നിട്ട് നമ്മുടെ ഹീറോയിനെ ഉണ്ടല്ലോ നമ്മുടെ ബ്രദറിൻ്റെ അടുത്ത് ഇങ്ങനെ കൈ കൊണ്ട് ഒരു സിമ്പിൾ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സിമ്പിൾ എന്ന് വെച്ചാൽ വേറൊന്നല്ല, അതിൻ്റെ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നുണ്ട്. നമ്മുടെ ഹീറോയിനും അതുപോലെ ഇവളുടെ ബ്രദറും കൂടി ഇങ്ങനെ ഇരിക്കുമ്പോഴേ എന്തോ ഒരു മാഗസിൻ വായിച്ചിട്ട് പറയാണ് ആ പെൺകുട്ടിന് ഭയങ്കര ടോർച്ചർ ഉണ്ട് ഹസ്ബൻഡ് എന്ന് പറയുന്നത്, എനിക്ക് അങ്ങനെ ഭാവിയിൽ എന്തെങ്കിലും വരാണെങ്കിൽ ഇതിനെ പ്രൊട്ടക്ട് ചെയ്യും ചോദിക്കുമ്പോൾ ഇവൻ എന്ന് പറയുന്നത് അങ്ങനെ ഇവളൊരു സിമ്പിൾ കാണിച്ചു കൊടുക്കേണ്ട. ആ സിമ്പിളായിരിക്കും ഇവൾ കാണിച്ചു കൊടുക്കുക കേട്ടോ. ഇത് കാണുമ്പോൾ നമ്മുടെ ബ്രദറിന് കാര്യം മനസ്സിലാവേണ്ട അവിടെ അത്ര സേഫ് അല്ല എന്നിട്ടോ. അങ്ങനെ ഇയാളാണെങ്കിൽ ഇവൻ ബ്രദറിൻ്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട്. അങ്ങനെ ബ്രദറിന് കാര്യം മനസ്സിലായിട്ടുണ്ട്. പിന്നീട് അതിന് ശേഷം കാണിക്കുന്നത് നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഉണ്ടല്ലോ കുക്ക് ചെയ്യാൻ പോകണം. അപ്പോൾ ഈ സമയത്താണെങ്കിൽ ഇവൾക്ക് സോൾട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഇവളെ ഹസ്ബൻഡ് വന്നു കഴിഞ്ഞിട്ട് നീ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞിട്ട് നീ എന്നെ ശരിക്കും മുടിപ്പിക്കാണ്ടായ ഭാര്യ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവളാണെങ്കിൽ ഭയങ്കരമായിട്ട് സംസാരിക്കേണ്ടത്. എന്നിട്ട് ഇവനാണെങ്കിൽ അത് ശരിയാക്കി കൊടുക്കേണ്ടത്. ഈ ടൈമിലാണെങ്കിൽ പൈപ്പിൽ നിന്ന് കുറച്ച് വെള്ളം എൻ്റെ പാൻറ്റിക്കാണ് എന്നിട്ട് പറയുന്നത് നീ എൻ്റെ പാൻറ്റ് ഡയറക്റ്റ് ആക്കി എന്നൊക്കെ പറഞ്ഞിട്ട് ഇവളെ വീണ്ടും അടിക്കാൻ ചെല്ലാണ് കേട്ടോ. അപ്പോൾ ഇതേ സമയത്ത് ഇവള് സോറി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇവിടെ പറയുന്നത് പാൻറ്റ് ചേഞ്ച് ചെയ്യാൻ പറഞ്ഞിട്ട് വേഗം പോകണ്ട. ആ ടൈമിലാണെങ്കിൽ കിച്ചണിൽ സംഭവങ്ങളൊക്കെ കരിഞ്ഞു പോയിട്ടുണ്ടായിരിക്കും. എന്നിട്ട് അമ്മായിമ്മ വന്നിട്ട് ഇവളെ ഭയങ്കരമായിട്ട് വഴക്ക് പറയുന്നുണ്ട്. ഈ സമയത്താണെങ്കിൽ സൈക്കോ ഭർത്താവ് വന്നിട്ട് പറയുകയാണ് ഇവളെ ഞാൻ വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ പോകുന്നു പറയുന്നുണ്ട്. ഇവളെ കൂടി ഒരു യൂസ് ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതേ സമയത്ത് തന്നെ അവിടേക്ക് കുറച്ച് ആൾക്കാർ ഇൻസ്പെക്ഷൻ വരുന്നുണ്ട് കേട്ടോ. അതായത് ഇവിടെ നിന്ന് ഈ ബഹളം ഈ സ്മെല്ലൊക്കെ കേട്ട് കഴിഞ്ഞിട്ട് എന്തിട്ടാന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ടൈമിൽ പറഞ്ഞിട്ട് ഇവിടെ കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഇവർ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് പറയണം ഇവിടെ കുഴപ്പമെന്ന് പറഞ്ഞിട്ട് ഇവർ പറയാണ് പേയ്മെൻറ്റ് വേണമെന്ന് പറഞ്ഞിട്ട്. ഈ സമയത്താണെങ്കിൽ ഇവളെ സൈക്കോ ഭർത്താവ് ചീത്ത പറയുമ്പോൾ നമ്മുടെ ഹീറോയും പറയുന്നുണ്ട് നിങ്ങൾ വിഷമിക്കേണ്ടെന്ന് പറയുന്നത് 6 മില്യൺ ഞാൻ എൻ്റെ ബ്രദറിനെ നിന്ന് വാങ്ങിത്തരാമെന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പറഞ്ഞ് കൂളാക്കേണ്ടത്. എന്നിട്ട് ഇവളാണെങ്കിൽ ബ്രദറിനെ കോൾ ചെയ്തിട്ട് പറയാണ് എനിക്ക് കുറച്ച് എമൗണ്ട് വേണമെന്ന് പറയുന്നത്. ബ്രദർ അപ്പോൾ തന്നെ എമൗണ്ട് അയച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇവർക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോഴാണ് ഇവർക്ക് വിശ്വാസം വന്നിട്ട് നമ്മുടെ ഹീറോയും പറയുന്നുണ്ട് ഞാൻ പോയിട്ട് ക്യാഷ് എടുക്കാന്ന് പറഞ്ഞിട്ട് അവൾ വേഗം പോകുന്നുണ്ട് അവിടെ നിന്ന്. ഇവൾക്ക് എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് എസ്കേപ്പ് ആവണം, അല്ലെങ്കിൽ മരിക്കുന്നവൾക്ക് ഉറപ്പാണ്. ആ സമയത്ത് ലിഫ്റ്റ് ഓപ്പൺ ആവില്ല. എന്നിട്ട് പാവ ഹീറോയിൻ അവൾ സ്റ്റെപ്പ് ഇറങ്ങിയാണ് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതേ ടൈമിൽ ഇവളെ സൈക്കോ ഭർത്താവ് അമ്മായിയമ്മ ഉണ്ടല്ലോ അവർ ലിഫ്റ്റിൽ കയറണ്ട ഇവളെ ഫോളോ ചെയ്ത് വന്നാന്ന് തോന്നിട്ട് അങ്ങനെ ഇവൾ പറയുകയാണെങ്കിൽ ഇനി ഒരു സ്റ്റെപ്പ് ഇങ്ങനെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ വേഗം പെട്ടെന്ന് ഓടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ സമയത്ത് കറക്റ്റ് നമ്മുടെ സൈക്കോ ഭർത്താവും അതുപോലെ തന്നെ അവളുടെ അമ്മായിയമ്മ ഉണ്ടല്ലോ കറക്റ്റ് ഇവളെ വന്ന് പിടിക്കുന്നുണ്ട് കേട്ടോ. ഇത് കണ്ട് നമ്മുടെ ഹീറോയിനൊന്ന് ഷോക്ക് ആവാൻ വേണ്ടിയിട്ട് എന്നിട്ട് ചോദിക്കുകയാണ് അല്ല നീ വന്നപ്പോൾ തൊട്ട് കുറച്ച് നെർവസ് തന്നെ എന്താ കാരണം ചോദിക്കുന്നത്, ഞങ്ങൾ എന്തെങ്കിലും
ഹൈഡ് ചെയ്ത് വെക്കണോ ചോദിക്കുന്നത്. ഈ സമയത്ത് ഇവളും പറയുന്നുണ്ട് ഇല്ല എന്ന് പറഞ്ഞിട്ട് ചോദിക്കണം ഇത് എന്താണെന്ന് ചോദിച്ചിട്ട് അവനാണെങ്കിൽ ഒരു ടാഗ് എടുത്ത് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോയിന് ഭയങ്കര പേടിയാവുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ പിടിച്ചടിക്കാൻ സ്റ്റാർട്ട് ആക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ കുറേ അടി കിട്ടുന്നുണ്ട് അവൾക്ക്. ഈ ടൈമിൽ കറക്റ്റ് നമ്മുടെ ഹീറോയിൻ്റെ ബ്രദർ ഉണ്ടല്ലോ, ബ്രദർ അവിടേക്ക് വരുന്നുണ്ട് കേട്ടോ. ബ്രദർ വന്നിട്ട് നല്ലപ്പെട്ട ഇവനിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ സൈക്കോ ഭർത്താവിന്. എന്നിട്ട് ചോദിക്കണം എൻ്റെ സിസ്റ്ററിനെ വിളിച്ചാൽ നിനക്ക് എങ്ങനെ ധൈര്യം വന്നെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവൻ ബോഡി ഗാർഡ്സ് കേട്ടാണ് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ചെക്കനും അതുപോലെ എൻ്റെ അമ്മായിക്ക് നല്ലത് കൊടുക്കണം. എന്നിട്ട് നമ്മുടെ സിസ്റ്ററോട് ചോദിക്കേണ്ട സിസ്റ്റർ ഇപ്പോൾ ഓക്കെല്ലോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ സിസ്റ്ററും പറയുന്നുണ്ട് ഞാൻ ഓക്കെ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ടൈമിൽ അവിടുത്തെ ആൾക്കാരൊക്കെ പറയണം ഇവൻ എന്തൊരു ഹസ്ബൻഡാന്ന് പറയുന്നുണ്ട് കേട്ടോ, വൈഫിനെ ഇങ്ങനെ വിളിച്ചാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. ഈ സമയത്താണെങ്കിൽ നമ്മുടെ ഹീറോയിൻ പറയുകയാണ് എനിക്ക് എവിടെ നിന്ന് രക്ഷപ്പെട്ടാമോ എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ബ്രദർ പറയുകയാണ് നിന്നെ ഞാൻ കാണിച്ചിരുന്നെന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇനി എൻ്റെ സിസ്റ്റർ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലോ അപ്പോൾ ഞാൻ ശരിയാക്കിയിരുന്നു പറയുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ഹീറോയിൻ്റെ ബോധം പോയിട്ട് പിന്നീട് ഹോസ്പിറ്റലാണ് കാണിക്കുന്നത്. ഈ സമയത്താണെങ്കിൽ ഇവളെ അടിച്ച് ടോർച്ചർ ചെയ്യണതൊക്കെയാണ് ഇവൾ ഓർക്കുന്നത് കേട്ടോ. ആ സമയത്ത് ഇവളെ ചുറ്റി ഇവളെ അമ്മയും അച്ഛനൊക്കെ ഉണ്ടായിരിക്കും. എന്നിട്ട് പറയണം എൻ്റെ മോൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്തെന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ ഫീൽ ആവുന്നുണ്ട്. ഈ സമയത്താണെങ്കിൽ ഹീറോയിൻ പറയുന്നുണ്ട് എനിക്കിപ്പോൾ കുഴപ്പമില്ല ഞാൻ ഓക്കെ എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇനി ഞാൻ ഒരിക്കലും ആളെടുത്ത് പോകില്ല, എനിക്ക് ഡിവോഴ്സ് വേണമെന്ന് പറയുന്നുണ്ട്. എന്തായാലും ഒരു കേസ് കൊടുക്കണം പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മുടെ ബ്രദറിൻ്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ സമയത്ത് തന്നെ നമ്മുടെ ബ്രദറും പറയുന്നുണ്ട് ശരി സിസ്റ്റർ എന്ന് പറയുന്നുണ്ട്. സിസ്റ്റർ പറഞ്ഞ പോലെ ചെയ്യാമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഹീറോയിൻ പറയുന്നുണ്ട് ഒരുപാട് ക്യാഷ് അവൻ്റെ നിന്ന് വാങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഹീറോയിൻ എന്ന് പറയുന്നത് ഭയങ്കര റിച്ച് ഫാമിലിയാണ് കേട്ടോ. എന്തായാലും ആ ക്യാഷൊക്കെ നീ തിരിച്ച് വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ എന്തായാലും പോകാമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് ബ്രദർ പറയുന്നുണ്ട് ഒറ്റയ്ക്ക് പോകണമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഹീറോയിനും പറയുന്നുണ്ട് വേണ്ട ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം എന്ന് പറയുന്നത് നിങ്ങൾ വരേണ്ട ആവശ്യമില്ലാന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് ബ്രദർ പറയുന്നുണ്ട് എന്നാൽ ഞാൻ ബോഡി ഗാർഡ്സിന് കൂടെ അയക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഹീറോയിൻ ഓക്കെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ പറയുകയാണ് ഇനി എന്തായാലും ഇവനിങ്ങനെ വിട്ടാൽ ശരിയാവില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഇത് വാങ്ങിയ ക്യാഷ് മൊത്തം തിരിച്ചു വാങ്ങണം എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞിട്ട് ഇവള് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ബ്രദർ പറയുന്നുണ്ട് എന്തായാലും നമ്മുടെ കമ്പനിയിൽ ജോയിൻ ചെയ്യാൻ പറയുന്നുണ്ട് നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത്. അപ്പോൾ ഈ സമയത്ത് ഇവള് പറയുന്നുണ്ട് ഇപ്പോൾ തൽക്കാലം ഞാൻ ജോയിൻ ചെയ്യണില്ല എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ നീ തന്നെ അത് നോക്കുമെന്ന് പറയുന്നുണ്ട്. ഞാൻ എന്തായാലും നിന്നെ സപ്പോർട്ട് ചെയ്യാൻ വരാമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ബ്രദറിൻ്റെ അടുത്ത് സംസാരിക്കുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ബ്രദർ ഓക്കെ എന്ന് പറയുന്നുണ്ട്. പിന്നീട് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ 2 ബോഡി ഗാർഡ്സിനും കൂട്ടിയിട്ട് അവളുടെ ഫ്ലാറ്റിലേക്ക് പോകാൻ കേട്ടോ. അപ്പോൾ ഈ സമയത്താണെങ്കിൽ ഫ്ലാറ്റിൽ നിന്ന് കുറേ സാധനങ്ങളൊക്കെ എടുത്ത് പുറത്തേക്ക് ഇട്ടുണ്ട്. അതായത് ഇവളെ സൈക്കോ ഭർത്താവും അമ്മായിയും അവിടെ നിന്ന് എസ്കേപ്പ് ആകാൻ പോകാൻ കേട്ടോ. നമ്മുടെ ഹീറോയിൻ്റെ ക്യാഷ് കൊടുത്ത് വാങ്ങിയ സാധനങ്ങളൊക്കെ ആയിരിക്കും ഇത്. അങ്ങേർക്കാണെങ്കിൽ വലിയ എമൗണ്ട് ഒന്നും ഉണ്ടായിരിക്കില്ല. നമ്മുടെ ഹീറോയിൻ റിച്ച് ആയ കാരണമാണ് ഇയാൾ അവളെ കെട്ടിണ്ടായിരിക്കട്ടെ. അപ്പോൾ ഈ സമയത്ത് ഇവിടെ ചോദിക്കേണ്ട ഈ സാധനങ്ങളൊക്കെ എങ്ങോട്ട് പോകണമെന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഹീറോയിനാണെങ്കിൽ അകത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഈ ടൈമിലാണെങ്കിൽ ഇവർ ഇവിടെ നിന്ന് പോകാൻ നിൽക്കാൻ കേട്ടോ. അപ്പോൾ ഈ സമയത്ത് ഹീറോയിനെ കാണുന്ന സമയത്ത് ഈ അമ്മായിമ്മ പറയാണ് ബീച്ച് നീ എന്തിനാ അങ്ങോട്ട് വന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്താണെങ്കിൽ നമ്മുടെ ഹീറോയിനിൻ്റെ ബോഡി ഗാർഡ്സ് ഉണ്ടല്ലോ അമ്മായിമ്മനെ പിടിച്ച് ലോക്കാക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ഹീറോയിൻ പറയുന്നുണ്ട് ഞാൻ എന്തിനാ വന്നിരുന്നു ഇത് എൻ്റെ ഫ്ലാറ്റാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. എൻ്റെ പൈസ കൊടുത്ത് വാങ്ങിയ സാധനങ്ങളാണ് ഇതൊക്കെ കൊണ്ട് നിങ്ങൾ എവിടേക്ക് പോകണമെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ സംസാരിക്കണേ ഇത്ര നാൾ നിങ്ങളുടെ കൂടെ ഞാൻ എങ്ങനെയാണ് ജീവിച്ചത് എനിക്ക് പോലും അറിയില്ല, ഇപ്പം ഞാൻ ഭയങ്കര ഹാപ്പി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ സംസാരിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുകയാണെ എൻ്റെ പൈസ കൊടുത്ത സാധനങ്ങളൊന്നും കൊണ്ടുപോയി ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതൊക്കെ എനിക്ക് തിരിച്ചു തരണം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഈ അമ്മായിമ്മനെ വാങ്ങിച്ചിട്ടുണ്ട്. ഈ സമയത്ത് അമ്മായിമ്മ പറയുകയാണ് നീ എന്തിനാണ് എൻ്റെ മോനെ ഡിവോഴ്സ് ചെയ്യാൻ പോകുന്നതൊക്കെ ചോദിക്കുന്നുണ്ട്. ഈ സമയത്ത് നമ്മുടെ ഹീറോയിൻ ദേഷ്യം വന്നിട്ട് അമ്മായിമ്മയിട്ട് ഒരു കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുകയാണ് നിങ്ങളുടെ മോനെ ഡിവോഴ്സ് അല്ല ചെയ്യേണ്ട കൊന്നകളയണമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ടോർച്ചർ ചെയ്യുന്നത് നിങ്ങളും അതിനൊട്ട് മോശമല്ലാന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ബോഡി ഗാർഡ്സിനോട് പറഞ്ഞു എൻ്റെ പിടിച്ച് പുറത്താക്കാൻ പറഞ്ഞിട്ടോ. അങ്ങനെ നമ്മുടെ അമ്മായിമ്മനാണെങ്കിൽ പിടിച്ച് പുറത്താക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ഹീറോയിനാണെങ്കിൽ അവളെ വീട്ടിൽ വന്നിട്ട് അവളെ അമ്മയുടെ അടുത്ത് ഇങ്ങനെ സംസാരിക്കാൻ കേട്ടോ. അപ്പോൾ ഈ സമയത്താണെങ്കിൽ നമ്മുടെ ബ്രദർ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് അവൾ ആലോചിക്കുന്നത്. അതായത് ഹീറോയിനെ ഒന്നുകൊണ്ട് വിഷമിക്കണം ഞങ്ങളെല്ലാം കൂടി ഉണ്ടെന്നൊക്കെ പറഞ്ഞ ഒരു ഫ്ലാഷ് ബാക്കാണ് കാണിക്കുന്നത് കേട്ടോ. പിന്നീട് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ വീണ്ടും വരാൻ കേട്ടോ. അപ്പോൾ ഈ സമയത്താണെങ്കിൽ ഇവളെ ഭർത്താവും അമ്മായിമ്മ ഇവളുടെ അടുത്ത് അപ്പോളജി പറയാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് ഹീറോയിൻ പറയുന്നത് എൻ്റെ അടുത്ത് അപ്പോളജി പറയേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പറയേണ്ട ആ സ്റ്റേജ് കഴിഞ്ഞ് പോയി എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും ഞാൻ നിങ്ങളുടെ ഡിവോഴ്സ് പേപ്പറിൽ സൈൻ ചെയ്തിട്ടുണ്ട് എത്രയും വേഗം ഡിവോഴ്സ് വേണമെന്ന് പറയുന്നുണ്ട് കേട്ടോ. എനിക്ക് നിങ്ങളുടെ കൂടെ ജീവിക്കാൻ താല്പര്യമില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹസ്ബൻഡ് ആണെങ്കിൽ സോറി ഹണി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇനി ഞാൻ നിന്നെ ഒരിക്കലും ഞാൻ ടോർച്ചർ ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഇവനെ അപ്പോളജി പറയുന്നുണ്ട്. ഈ സമയത്ത് ഇവള് കേൾക്കണില്ല കേട്ടോ. എന്നിട്ട് ഇവള് പറയാണ് നിങ്ങൾ എന്നെ എന്തൊക്കെ ചെയ്തെന്ന് പറയണ്ടോ, നിങ്ങളുടെ കൂടെ ഞാൻ ജീവിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കൊല്ലും എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്താണെങ്കിൽ നമ്മുടെ ഈ സൈക്കോ ഭർത്താവാണെങ്കിൽ നല്ല ദേഷ്യം വരും കേട്ടോ. അപ്പോൾ പബ്ലിക്കാണെങ്കിൽ മൊത്തം കണ്ടുകൊണ്ടിരിക്കണല്ലോ. എന്നിട്ട് സൈക്കോ ഭർത്താവാണെങ്കിൽ നേരെ ഓപ്പോസിറ്റ് പറയാൻ കേട്ടോ. എന്താണ് നീ എന്നോട് ഇങ്ങനെ ബിഹേവ് ചെയ്യണമെന്ന് ചോദിക്കുന്നുണ്ട്. എനിക്കാണെങ്കിൽ കാശില്ല, നീ ആണെങ്കിൽ നല്ല റിച്ച് ഫാമിലിയാണ്, അതുകൊണ്ടാണ് ഞാൻ ഇട്ടിട്ട് പോകണമെന്നൊക്കെ ചോദിച്ചിട്ട് ഈ ചെക്കനാണെങ്കിൽ ഉണ്ടല്ലോ ഭയങ്കരമായിട്ട് ആക്ട് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഇത് കണ്ട് നമ്മുടെ ഹീറോയിനൊന്ന് ഷോക്കട്ടോ. അപ്പോൾ ഈ സമയത്ത് ചുറ്റും കൂടി നിൽക്കുന്ന പബ്ലിക് എന്താ വിചാരിക്കുക, കാരണം നമ്മുടെ ഹീറോയിന് റിച്ച് ഫാമിലി ആയതുകൊണ്ട് നമ്മുടെ ഹീറോനെ ഇങ്ങനെ ഇട്ട് പോകാമെന്നല്ലേ വിചാരിക്കുക. എന്നിട്ട് പറയുകയാണ് ഈ പെൺകുട്ടി എന്തൊരു സാധനം എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കുന്നുണ്ട്. ഇത് കാണുമ്പോൾ ഈ സൈക്കോ ഭർത്താവിനാണെങ്കിൽ ചിരി വരുന്നു കേട്ടോ അമ്മായിയമ്മയ്ക്കും. അപ്പോൾ അതേ സമയത്ത് ഇവൻ പറയുകയാണ് എന്തിനാ ഹണി നീ എന്നെ വിട്ടു പോകണമെന്ന് ചോദിക്കുന്നത്, നീ ഒരുപാട് സ്നേഹിച്ചില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നിനക്ക് പണത്തിനാണ് ഇമ്പോർട്ടൻസ് എന്നൊക്കെ ചോദിച്ചിട്ട് ഈ അമ്മായിമ്മയാണെങ്കിൽ അതിനേക്കാൾ ആക്ടിങ് കേട്ടോ. അത് കണ്ട് നമ്മുടെ ഹീറോയിന് നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ ചുമ്മാ മിണ്ടാണ്ടിരിക്കണില്ല. എന്നിട്ട് ഇവിടെ പറയുകയാണ് നിങ്ങളുടെ ആക്ടിങ് കൊടുക്കത്ത ആക്ടിങ് എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് പബ്ലിക്കൊക്കെ പറയുകയാണ് ഈ പെൺകുട്ടി എന്തൊരു ബാഡാന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് ഇവിടെ ചോദിക്കണേ ഞാനോ ബാഡെന്ന് ചോദിക്കണം. എന്നിട്ട് ഇവിടെ പറയുകയാണ് വാലന്റൈൻസ് ഡേക്ക് ഞാനൊരു ഗിഫ്റ്റ് വാങ്ങി കൊടുത്ത് അതിന് ഇയാളെ എന്തൊക്കെ ചെയ്തെന്ന് ചോദിക്കണം, എന്നെ കൊന്നില്ല എന്നുള്ളതൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഇവരുടെ ക്യാരക്ടേഴ്സ് മൊത്തം പബ്ലിക്കിൻ്റെ മുന്നിൽ പറയാൻ കേട്ടോ. അപ്പോൾ ഇത് കേട്ട് ഈ സൈക്കോ ഭർത്താവ് നല്ല ദേഷ്യം വരുന്നുണ്ട്. ഇയാളാണെങ്കിൽ ഒരു കത്തി എടുത്തിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ കുത്താൻ പോകുന്നുണ്ട്. അപ്പോൾ അതേ സമയത്ത് തന്നെ ഉണ്ടല്ലോ നമ്മുടെ ഈ പബ്ലിക്കുള്ള ആൾക്കാരൊക്കെ പറയുകയാണ് അപ്പോൾ ഇവൻ ഇത്തിരി ഡേഞ്ചറസ് ആണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇവൻ അത്ര നല്ലവൻ
അങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് സംസാരിക്കാൻ. എന്നിട്ട് ഇവരാണെങ്കിൽ നമ്മുടെ ഈ സൈക്കോ ഭർത്താവിനെ ലോക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നീട് അത് കഴിഞ്ഞിട്ട് ഇവൻ്റെ കൈ കൊണ്ട് കുത്തു കിട്ടുന്നത് ഇവൻ്റെ അമ്മയ്ക്കായിരിക്കും. അങ്ങനെ അതിനാണെങ്കിൽ അവിടെ നിന്ന് ആംബുലൻസിൽ കൊണ്ടുപോകണ്ടിട്ടോ. ഇത് കണ്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഉണ്ടല്ലോ നോക്കി നിൽക്കേണ്ടി. ഈ സമയത്താണെങ്കിൽ സൈക്കോ ഭർത്താവ് വന്നിട്ട് പറഞ്ഞു, ഈ കാരണം ഇപ്പം എൻ്റെ അമ്മ ഹോസ്പിറ്റലായെന്ന് പറഞ്ഞാൽ ട്രീറ്റ്മെൻറ്റിൻ്റെ പൈസ എനിക്ക് തരണമെന്ന് പറഞ്ഞു. ഈ സമയത്ത് നമ്മുടെ ഹീറോയിൻ പറയുന്നുണ്ട്, എൻ്റെ ഒരു ചില്ലി കാശ് കിട്ടില്ല എന്ന് പറഞ്ഞിട്ടോ, എൻ്റെ ഭയങ്കര ക്യാഷ് നീ തിരിച്ചാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് സൈക്കോ ഭർത്താവിനോട് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് പബ്ലിക്കും പറയുകയാണ്, അതിന് പറയുന്നുണ്ട് ഈ പെൺകുട്ടീനെ ഒരുപാട് ടോർച്ചർ ചെയ്യുന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇനി ഈ പെൺകുട്ടിക്ക് നിൻ്റെ കൂടെ ജീവിക്കാൻ താല്പര്യം, നീ എന്തിനെ കൂടെ ശല്യപ്പെടുത്തണമെന്നൊക്കെ പറഞ്ഞിട്ട് ഇവനെ എടുത്ത് ഇങ്ങനെ ഓരോന്ന് പറയണം. ഇത് കണ്ട് ഈ സൈക്കോ ഭർത്താവ് ഒന്ന് ഷോക്കാവുന്നുണ്ട്. പിന്നീട് അത് കഴിഞ്ഞിട്ടാണെങ്കിൽ നമ്മുടെ ഹീറോയിൻ പറയുന്നുണ്ട്, ഇതിൽ നീ വേഗം സഹിച്ചു എന്ന് പറയുന്നുണ്ട് കേട്ടോ. അതായത് നമ്മുടെ ഹീറോയിൻ്റെ നിന്ന് വാങ്ങിയ പൈസ ഉണ്ടല്ലോ അതൊക്കെ എത്ര വേഗം തിരിച്ചറിയണമെന്നാണ് പറയുന്നത് കേട്ടോ. ഇതൊക്കെ കണ്ട് ഈ ചെക്കനാണെങ്കിൽ മൊത്തത്തിൽ ഭ്രാന്താവുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുകയാണ്, നീ വെറുതെ വിടില്ലാന്ന് പറയുന്നുണ്ട്, ഇത്ര നാളെ ടോർച്ചർ ചെയ്ത് നിനക്കൊക്കെ ഞാൻ തിരിച്ചു തരുമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പറഞ്ഞിട്ട് ഇവളാണെങ്കിൽ ഇവനിട്ട് ഒരു അടി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, ഇത് ഞാൻ നിനക്ക് മുന്നേ തരണ്ടായിരുന്നു പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ പറഞ്ഞ് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. ഈ സമയത്താണെങ്കിൽ ഈ ചെക്കനെ അവരെല്ലാവരും കൂടി ചവിട്ടി കൂട്ടുന്നുണ്ട് കേട്ടോ. പിന്നീട് അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ ഹീറോയിനാണ് കേട്ടോ. ഇവളാണെങ്കിൽ ഇവളുടെ ഫ്ലാറ്റ് ഉണ്ടല്ലോ, അത് ആ ഫ്ലാറ്റ് ആണെങ്കിൽ ഒരാൾക്ക് വിൽക്കാൻ പോവാണ്. അപ്പോൾ ഈ സമയത്താണെങ്കിൽ ഇയാൾ ഫ്ലാറ്റ് വാങ്ങാൻ വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇയാളും നമ്മുടെ ഹീറോയിനും കൂടി ഡീൽ ഉറപ്പിക്കുന്ന സമയത്ത് കറക്റ്റ് സൈക്കോ ഭർത്താവ് വരുന്നുണ്ട്. എന്നിട്ട് ഇവൻ പറയാണ്, ഈ ഫ്ലാറ്റ് ഒന്നും വിൽക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ടൈമിൽ നമ്മുടെ ഹീറോയിൻ പറയുന്നത്, നിൻ്റെ സമ്മതിക്കാൻ ആവശ്യമില്ലെന്ന് പറഞ്ഞത് എൻ്റെ ഫ്ലാറ്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇവൻ പറയാണ്, ഇത്ര നാൾ നിൻ്റെ കൂടെ ഉണ്ടായിരുന്നത് ഞാനാണ്, അതുകൊണ്ട് ഇതിൻ്റെ പകുതി അമൗണ്ടിക്ക് തരണമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് ഈ ഹീറോയിൻ പറയുന്നുണ്ട്, ഇതിന്ന് ഒരു ചില്ലി പൈസ നിനക്ക് ഞാൻ തരില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് ഈ വാങ്ങാൻ വന്ന ആൾ കുറച്ച് റൗഡിയാന്ന് തോന്നിട്ട് ഇയാൾ പറയണത് എന്തോടെ പ്രശ്നം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ഹീറോയിനാണെങ്കിൽ കാര്യങ്ങളൊക്കെ ഇയാളെടുത്ത് പറയുന്നുണ്ട്, ഇതെൻ്റെ എക്സ് ഹസ്ബൻഡാന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നുണ്ട്. ഇയാൾ കുറച്ച് ഡേഞ്ചറാന്നൊക്കെ പറഞ്ഞു. ഈ സമയത്താണെങ്കിൽ ആ വാങ്ങാൻ വന്ന ആൾ പറയുകയാണേ, മര്യാദയ്ക്ക് നീ ഇവിടുന്ന് പൊക്കൊന്ന് പറഞ്ഞിട്ടോ, അല്ലെങ്കിൽ നിൻ്റെ കൈയും കാലും ഞാൻ തല്ലി കൊടുക്കുന്നു പറഞ്ഞു കഴിഞ്ഞിട്ട് ഇവനെ വാങ്ങിച്ചിട്ടുണ്ട്. ഈ സമയത്താണെങ്കിൽ ഈ സൈക്കോ ഭർത്താവിന് നല്ല പേടിയാവുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഫൈനലാണെങ്കിൽ അവർ സൈനൊക്കെ ഇടാൻ കേട്ടോ. എന്നിട്ട് ഈ സമയത്ത് നമ്മുടെ ഹീറോയിൻ താങ്ക്സ് പറയുന്നുണ്ട്. അപ്പോൾ ഈ സമയത്താണെങ്കിൽ സൈക്കോ ഭർത്താവിന് നല്ല പെട്ട കൊടുക്കുന്നുണ്ട് അങ്ങേരുടെ ആൾക്കാരൊക്കെ വന്നു കഴിഞ്ഞിട്ട്. എന്നിട്ട് നമ്മുടെ ഈ വാങ്ങാൻ വന്ന ആൾ പറയുകയാണെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ പറഞ്ഞിട്ട് ഇയാളാണെങ്കിൽ ഒരു കാർഡ് കൊടുക്കുന്നത് നമ്മുടെ ഹീറോയിൻ. അപ്പോൾ നമ്മുടെ ഹീറോയിനും ഓക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ആ കാർഡ് വാങ്ങുന്നുണ്ട് കേട്ടോ. പിന്നീട് അതിന് ശേഷം കാണിക്കുന്നത് നമ്മുടെ ആ സൈക്കോ ഭർത്താവിൻ്റെ അമ്മേനാണ് കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഹോസ്പിറ്റലായിട്ടുണ്ട്. ഈ സമയത്താണെങ്കിൽ ഈ ചെക്കൻ വന്നിട്ട് പറയാണ്, അവൾക്ക് എന്നാൽ ഇത്ര ധൈര്യം അവിടെ നിന്ന് വന്നു എനിക്കറിയില്ലെന്ന് പറഞ്ഞു. ഈ സമയത്ത് നേഴ്സ് എന്നിട്ട് പറയാണ്, ബില്ല് പേ ചെയ്യണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ ടൈമിൽ ഈ ഭർത്താവ് പറയാണ്, ബില്ലൊന്നും പേ ചെയ്യാൻ എൻ്റെ കയ്യിൽ കാശില്ലെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നേഴ്സ് പറയണം, അന്ന് ഞാൻ പോലീസിനെ ഇൻഫോം ചെയ്യുന്നു പറഞ്ഞിട്ട് ഇവരെ വാങ്ങിച്ചിട്ടുണ്ട്. ഇത് കേട്ടി ഇവരൊന്ന് പേടിക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് നമ്മുടെ ഹീറോയിനും അതുപോലെ അവളുടെ ബ്രദറും അവളെ അമ്മയച്ഛനും ഇവരെല്ലാവരും കൂടി ഫുഡൊക്കെ കഴിക്കാൻ കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോയിൻ ഇപ്പം നല്ല ഹാപ്പിക്കാണ് കേട്ടോ. എന്നിട്ട് പറയാണ്, മോളെ നീ വേഗം ഓഫീസിൽ ജോയിൻ ചെയ്യാനൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോയിനും പറയുന്നുണ്ട്, ഞാൻ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യിക്ക് കുറച്ച് കാര്യം കൂടി ചെയ്ത് തീർക്കാനൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് ബ്രദറും പറയുന്നുണ്ട്, ഞങ്ങൾ ഫുൾ സപ്പോർട്ടാണ് സിസ്റ്റർക്ക് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുന്ന സമയത്ത് നമ്മുടെ ഹീറോയിന് ഭയങ്കര ഹാപ്പി ആവുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അവൾ പറയാണ്, എനിക്കറിയാം എൻ്റെ ഫാമിലി എനിക്ക് എപ്പോഴും സപ്പോർട്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഇവള് സംസാരിക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് അത് കഴിഞ്ഞ നെക്സ്റ്റ് ആണ് കാണിക്കുന്നത് കേട്ടോ. നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഒരു സ്ഥാപനം ഉദ്ഘാടനം ചെയ്യണം. അപ്പോൾ ഈ സമയത്ത് ബ്രദറും അതുപോലെ അച്ഛനമ്മയ്ക്കും ഉണ്ട് കേട്ടോ. ഇവർക്കൊക്കെ നല്ല ഹാപ്പിക്ക് ആവുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നത് സിസ്റ്ററിൻ്റെ ന്യൂ ലൈഫ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് സംസാരിക്കുന്നുണ്ട് കേട്ടോ. സമയത്ത് ഫാദർ ആണെങ്കിൽ നമ്മുടെ ഹീറോയിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കണമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവൾക്ക് ഭയങ്കര ഹാപ്പിക്ക് ആവുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണെങ്കിൽ നമ്മുടെ സൈക്കോ ഭർത്താവും അമ്മയൊക്കെ കാണുന്നുണ്ട്. അവർക്കാണെങ്കിൽ അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമാവണില്ല കേട്ടോ. എന്നിട്ട് അവിടുത്തെ സ്റ്റാഫൊക്കെ പറയാണ്, എന്തോരം സ്ട്രഗിൾ ചെയ്ത് നമ്മുടെ ഹീറോയിനൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് അമ്മ പറയാണ്, ഇവളെങ്ങനെ വിടാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഈ സൈക്കോ ഭർത്താവും അമ്മയും കൂടി വന്നിട്ട് സോറി ഞങ്ങൾക്കൊരു ചാൻസ് താന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് അനൗൺസ് ചെയ്യാണ് കേട്ടോ. ഞങ്ങളോട് ക്ഷമിക്കുന്നൊക്കെ പറഞ്ഞ് ഞങ്ങളുടെ കൂടെ വരാനൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനടുത്ത് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കേൾക്കണ സമയത്ത് നമ്മുടെ ഹീറോയിനും ദേഷ്യം വരുന്നുണ്ട്, ബ്രദർക്കും ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഹീറോയും പറയാണ്, നിങ്ങൾക്ക് വേറെ ഒരു പണിയില്ലെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ അടുത്ത് ഞാൻ ഒരിക്കലും ക്ഷമിക്കില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ബ്രദർ പറഞ്ഞിട്ട് ഇവരെ പിടിച്ച് പുറത്താക്കുന്നു പറയുന്നുണ്ട്. അങ്ങനെ ബോഡി ഗാർഡ്സൊക്കെ വന്നിട്ട് ഇവരെ പിടിച്ച് അവിടെ നിന്ന് പുറത്താക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ സമയത്ത് നമ്മുടെ അമ്മയ്ക്കാണെങ്കിൽ കുറച്ച് ഇഞ്ചുറി സംഭവിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ആൾ ഹോസ്പിറ്റലാവുണ്ട്. ഡോക്ടറോട് ചോദിക്കുന്ന സമയത്താണെങ്കിൽ അമ്മയ്ക്ക് സ്റ്റോക്കാന്ന് പറയുന്നുണ്ട് കേട്ടോ. ആൾ തളർന്നു പോയിട്ടുണ്ട്. ആൾക്ക് എത്രയും വേഗം ട്രീറ്റ്മെൻറ്റ് ചെയ്തില്ലെങ്കിൽ ആളവിടെ തളർന്ന് കിടക്കുമെന്ന് പറഞ്ഞു. ഇത് കേൾക്കണ സമയത്ത് ഇവൻ പറയാണ്, ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ എൻ്റെ കയ്യിൽ പൈസ ഇല്ലാന്ന് പറയുന്നുണ്ട്. ഇത് കേൾക്കണ സമയത്ത് അമ്മ ഒന്ന് ഷോക്കാവുന്നുണ്ട് കേട്ടോ. അതായത് ഇവൻ അമ്മേനെ ചികിത്സിക്കാൻ താല്പര്യമില്ലെന്ന് ഡോക്ടർ എടുത്ത് പറയുന്നത് കേട്ടോ. അപ്പോൾ അമ്മ വിചാരിക്കുകയാണ് ഇവനെയാണ് ഞാൻ ഇത്ര നാൾ സ്റ്റേജ് നോക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ അമ്മേനെ കാണിക്കണ് വീട്ടിൽ കിടക്കാൻ കേട്ടോ. അമ്മ ആ സമയത്താണെങ്കിൽ അമ്മയുടെ ബെഡ് കുറച്ച് ഡേർട്ടി ആവുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇവനാണെങ്കിൽ ആ റൂമിലേക്ക് വരുന്നുണ്ട്. ഈ സമയത്ത് ഭയങ്കര സ്മെല്ല് വരണ കാരണം ഇവൻ ചോദിക്കണം എന്താ സ്മെല്ല് നോക്കുമ്പോൾ ബെഡ് ഡേർട്ടി ആയിട്ട് കിടക്കണം. ഇത് കണ്ട് ഈ ചെക്കനാണെങ്കിൽ നല്ല ദേഷ്യം വരണം. എന്നിട്ട് പറയാണ്, നിങ്ങൾ എന്നെ ശല്യം ചെയ്യാൻ തന്നെ ഇരിക്കുന്നതല്ലേ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഈ അമ്മേനെ പിടിച്ചിട്ടാണെങ്കിൽ നിലത്തി കിടന്നുണ്ട്. എന്നിട്ട് ഈ സമയത്താണെങ്കിൽ ഇവൻ രണ്ടില്ല പിടിച്ച് ചവിട്ടി കൂട്ടുന്നുണ്ട് കേട്ടോ അമ്മനെ. അങ്ങനെ ചവിട്ടി അവസാനം ഫൈനലി നമ്മുടെ അമ്മ മരിക്കുകയാണ് കേട്ടോ. അമ്മ മരിച്ചു കഴിഞ്ഞാൽ ഈ ചെക്കൻ പേടിക്കുകയാണ്, അയ്യോ അമ്മേനെ ഞാൻ കൊന്നു എന്ന് പറയുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇവൻ പറയാണ്, ഇനി അടുത്ത് നീയാന്ന് പറയുന്നുണ്ട്. നമ്മുടെ ഹീറോയിൻ്റെ പേര് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇവനാണെങ്കിൽ അവിടെ നിന്ന് പോകുന്നുണ്ട്. അപ്പോൾ അതേ സമയത്ത് നമ്മുടെ ഹീറോയിനാണെങ്കിൽ ജോബൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് വരണം. ഈ സമയത്ത് ബ്രദർ പറയാണ് അവനെ സൂക്ഷിക്കണം എന്ന് പറയുന്നുണ്ട് കേട്ടോ നമ്മുടെ ഹസ്ബൻഡിനെ. അപ്പോൾ ഇവളും ആന്നൊക്കെ പറയുന്നുണ്ട്. ഈ ടൈമിൽ കറക്റ്റ് അവൻ പിറകിൽ വന്നിട്ട് പറയാണ്, നീ എന്നെ
എസ്കേപ്പ് ആവാൻ ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ ടൈമിൽ നമ്മുടെ ഹീറോയിൻ ഉണ്ടല്ലോ, അവൾ ഇവനെക്കാളും പുളിയായിട്ടുണ്ട് കേട്ടോ. ഇവളാണെങ്കിൽ ഇവനെ പിടിച്ചടിക്കുന്നുണ്ട്. ഈ സമയത്ത് ഇത് കണ്ട് ഇവ ഷോക്ക് ആവേണ്ടിട്ടാ. നമ്മുടെ ഹീറോയിനാണെങ്കിൽ ബോക്സിങ്ങും അങ്ങനെ എല്ലാം അവൾ ചെയ്തിട്ട് അവളാണെങ്കിൽ ഇപ്പോൾ നല്ല എനർജി ഒക്കെ വന്നിട്ടുണ്ട്. ആ സമയത്ത് ബ്രദർ കറക്റ്റ് വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവനെ പിടിച്ച് ലോക്കാക്കുന്നുണ്ട്. നമ്മുടെ ഹീറോയിനാണെങ്കിൽ തളർന്നു പോകേണ്ടി. ഈ സമയത്ത് ഹോസ്പിറ്റലിൽ കാണിക്കുന്നുണ്ട്. നമ്മുടെ ഹീറോയിന് പ്രശ്നമൊന്നുമില്ല കേട്ടോ. അതായത് ഇവൾ കുറച്ച് വീക്കാണ്, അതുകൊണ്ടാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇവൾ പറയേണ്ടത് ഇപ്പം ഞാൻ സ്ട്രോങ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല അമ്മ എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് അമ്മയ്ക്ക് ഭയങ്കര ഹാപ്പി ഒക്കെ ആവുന്നുണ്ട് കേട്ടോ. പിന്നീട് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഓഫീസിലേക്ക് വരാണ് കേട്ടോ. ഓഫീസിലേക്ക് വരുന്ന സമയത്ത് അവരെല്ലാവരും നമ്മുടെ ഹീറോയിൻ നല്ല രീതിയിൽ വെൽക്കം ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഇവൾക്ക് ഭയങ്കര ഹാപ്പി ഒക്കെ ആവുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഹീറോയിനാണെങ്കിൽ എല്ലാവരോടും താങ്ക്സ് പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇവൾ പറയുകയാണ് ഇതെൻ്റെ ന്യൂ ലൈഫാന്ന് പറയുന്നുണ്ട് കേട്ടോ. ഈ ലൈഫിൽ ഞാൻ ഹാപ്പി ആയിരിക്കുന്നു പറഞ്ഞു കഴിഞ്ഞിട്ട് ഇവൾ തന്നെ സംസാരിക്കുന്നുണ്ട്. എനിക്ക് സപ്പോർട്ട് എൻ്റെ ഫാമിലി ഉണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഈ ഒരു സീനും കാണിച്ചിട്ടാണ് നമ്മുടെ ഈ ഡ്രാമ എൻ്റെ ആവണത് കേട്ടോ. അപ്പോൾ തന്നെ അവളെ അമ്മ കോൾ ചെയ്യുന്നുണ്ട്. മോളെ നിൻ്റെ ഫേവറേറ്റ് ഡിഷ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവളും ഓക്കെ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഓക്കെ, ബൈ.